അതുപോലെ തന്നെ എല്ലാ കാര്യവും ഏതെങ്കിലും ഹിന്ദിക്കാർ മലയാളികളും ഓമനും കൊണ്ടുപോകാനും പറയുന്നത് നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പഠിക്കുക. അതല്ല പറയണത്. അത് നേരിട്ട് പറഞ്ഞാലേ നിങ്ങളങ്ങനെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന്. അപ്പോഴും നിങ്ങൾ റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല. തമ്മിൽ അവറുകൾ ഇവറുകൾ പറഞ്ഞ ജീവനില്ലാത്ത ആരാച്ച് നടക്കുന്ന വിഡ്ഢികൾ തമ്മിൽ കത്തിക്കുത്തുകൊടുക്കുന്നത് റെസ്പെക്റ്റ് ഉണ്ടായിട്ട് തമ്മിൽ കുഴി ചാടിക്കുന്നത്. കുഴി ചാടിക്കാനുള്ളതല്ല, വിഡ്ഢിത്തം മാറ്റാനാണ് പറയണം അല്ലേ. അപ്പം നിങ്ങളുടെ വിഡ്ഢികളുടെ കൂടെ ഇരിക്കുന്ന തന്തയുടെ നേരിച്ച് നടക്കണം. അവർ സ്പൂൺ ഫീഡിങ് മാറ്റാണ്ട് ആ ശവങ്ങളെ പോലെ തിരിച്ചിട്ട് തമ്മിൽ ഞാൻ പറഞ്ഞ് നടക്കുന്ന തലയ്ക്ക് വിവരമില്ലാണ്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണ പോലെ നിങ്ങളുടെ അവസ്ഥ, ശോഷിച്ച അവസ്ഥ. നിങ്ങളുടെ കുരുട്ട് മോന്ത കുളിച്ച് കഴിഞ്ഞാലും ഭംഗി ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ശവമായുള്ളവർക്ക് ശവപ്പെട്ടിയിൽ കിടക്കുമ്പോഴും മോന്തയ്ക്ക് തെളിച്ചുണ്ടാവില്ലേ. അതുകൊണ്ട് അവർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മനും ഷെയ്ഖുകളും ജിമാഷ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഏത് ആദിവാസി വെളുത്ത ലിപ്സ്റ്റിക് ഇട്ട വിഡ്ഢി ശവമായിക്കോട്ടെ, വിഡ്ഢി സ്ത്രീയാണോ വിഡ്ഢി പുരുഷനാണോ എന്ന് തമ്മിൽ ഒരു വിവരമില്ലാത്ത മോന്തയാണെങ്കിൽ എന്താ കാര്യം? ചോദിക്കേണ്ടത് എന്താ? ആരോടെ ചോദിക്കണം? എന്താ പറയണത്? ഏതോ വേറെ വിഡ്ഢി അങ്ങനെ ആയിരിക്കും. അതൊക്കെ അരുന്ന് കൂട്ടി പറയിപ്പിച്ച് കഴിച്ച് നടന്ന വിഡ്ഢികളാണ്. അവർക്ക് സ്വന്തമായിട്ട് വിവരമുള്ള കാര്യം വരുന്നില്ലേ, വായന വരില്ലേ, ഇതുവരെ വന്നിട്ടുമില്ല. നിങ്ങളെ റെസ്പെക്റ്റോടെ നിങ്ങളുടെ സ്വന്തം വായന എന്തെങ്കിലും വിവരമുള്ള വാക്കുകൾ വരുന്നുണ്ടോ? നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ നിങ്ങളെ തന്നെ നിങ്ങളുടെ ലോവർ ക്വാളിറ്റി ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ പറഞ്ഞേ. ശോഷിച്ച അവസ്ഥ ഇങ്ങനെ കാണിക്കാൻ എൻ്റെ മുന്നിൽ തന്നെ അന്നേ തൊട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷനൊക്കെ ഉണ്ടായിട്ടും എഡ്യൂക്കേഷൻ ഇല്ലാത്ത വിഡിത്തം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇംഗ്ലീഷ് എനിക്ക് 50 മാർക്ക് കിട്ടണം, ഇംഗ്ലീഷ് അല്ല പോർച്ചുഗീസ് നോക്കി കേൾക്കണം, ഹിന്ദിയിൽ നിന്ന് മലയാളത്തേക്ക് ആക്കേണ്ട ആവശ്യമില്ല, ഹിന്ദി അല്ല വരണം എന്നൊക്കെ പറഞ്ഞു അല്ലേ. പക്ഷേ ജോലിക്ക് ഇവിടെ തെലുങ്കും ഗുജറാത്തിൽ നിന്നും മധ്യപ്രദേശിൽ കൂടെ ജോലിക്ക് ഗോവയിൽ വരണ പോലെയല്ല ഹിന്ദി പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ അടിത്തട്ടിൽ പഠിച്ച് ഉത്തരത്തിൽ വന്ന പോർച്ചുഗീസ് അവിടുത്തെ വെസ്റ്റേൺ രീതിയിൽ കണ്ടു വരുന്നത് പോർച്ചുഗീസും കൊങ്കണി കണ്ടു വളരണം. അവിടെ ഹിന്ദുസും റോമൻ കാത്തലിക്സിനെ കുറിച്ചല്ല ഇവിടെ പറയണം. ശോഷിച്ച ഹിന്ദുസ് ശോഷിച്ച റോമൻ കാത്തലിക്സ് കണ്ടു വളർന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ അത് പഠിച്ച എല്ലാ ടാലൻറ്റിലും വിശ്വസിച്ച് മികവ് നേടി വരുമ്പോൾ പഠിപ്പിലായ ടാലൻറ്റ് അടുത്തടുത്ത് ഹിന്ദി പറയരുതെന്ന് പറയും. ഗോവയിൽ വെച്ച് കൊങ്കണി പോർച്ചുഗീസ് പറയണം. അപ്പോൾ എല്ലാ വ്യത്യാസവും ഈ കൊങ്കണിയിൽ പോർച്ചുഗീസ് കലർന്നിട്ടാണ് ലാംഗ്വേജ് കിടക്കുന്നത്, വാക്കുകളെല്ലാം. പക്ഷേ എത്രയോ കാലം മുതൽ അവിടെ വെസ്റ്റേൺ നൈസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെയുള്ള പ്രാചീനമായ ഗുഡ്കയും കഴിച്ച് ബീഡി വലിച്ച് ഹിന്ദിക്കാരായാലും മലയാളികളായാലും തലയ്ക്ക് വിവരമില്ലാത്ത വിഡ്ഢി സ്ത്രീകളെ ആരാധിച്ച് വിഡ്ഢി സ്ത്രീകൾ പറയുന്നത് അതേ പറയില്ല. ആ വിഡ്ഢിത്തരം വാക്കുകൾ ഇങ്ങോട്ട് പറഞ്ഞ് മൂട്ടിന്ന് വിടണ പോലെ പറഞ്ഞിട്ട് എന്താ കാര്യം? മുഖത്ത് നോക്കി സംസാരിക്കാനുള്ളത് വിവരമുള്ള സംസാരം പറയും അല്ല. അതല്ല ഒരു വിവരമുള്ള ഞാൻ പറയാം. ചോദിക്കാണ്ടില്ലാത്ത രീതിയിൽ ഞാൻ ചോദിക്കും. അത് ചോദിക്കേണ്ട രീതി എന്താ വ്യത്യാസം മനസ്സിലാക്കുക. നിങ്ങൾ സംസാരിക്കണ പറയണ രീതി വ്യത്യാസം എന്തെങ്കിലും കണ്ട് ശരിയാണെന്ന് മനസ്സിലാക്കി അത് ആക്സെപ്റ്റ് ചെയ്യാണ്ട് ശോഷിച്ച വേർഡ് സ്വന്തം ലോവർ ക്വാളിറ്റി കാണിച്ച് വിലയില്ലാണ്ട് ഓരോ ചെയ്ത് ജീവനില്ലാത്ത ആരാധിച്ച് സ്വന്തം ശോഷിച്ച അവസ്ഥ സ്വന്തം ലോവർ ക്വാളിറ്റി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വിലയില്ലായ്മ അത് സ്വന്തം തന്തയുടെ തല റിട്ടാർഡ് നയിച്ച് ധൈര്യമില്ലായ്മ. ആ ധൈര്യമില്ലാണ്ട് ശവങ്ങളെ പോലെ ശോഷിച്ച അവസ്ഥയിൽ മുഴുകി നടന്നിട്ട് പിന്നെ ധൈര്യമില്ലാണ്ട് ഫിസിക്കലി ചാവേണ്ട കാര്യമുണ്ടോ? അവർക്ക് ശവപ്പെട്ടിയും പൂക്കൾ മഞ്ചി ഒരുക്കേണ്ട കാര്യമുണ്ടോ? വിഡ്ഢിത്തരം എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തരം മൊത്തം. അതിൽ വിഡ്ഢിത്തങ്ങളുടെ കൂമ്പാരങ്ങളിൽ അത് ക്യാമറയുടെ മുന്നിൽ വിഡ്ഢിത്തരത്തിൽ പ്രൂഫാക്കി വെച്ചൊക്കെയാണ്. കുമ്മൂട്ടിയും മോഹൻലാലും ഷാരൂഖ് ഖാനും അവരിതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നിങ്ങൾ റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല. അത് മനസ്സിലാക്കാൻ പഠിക്കുക. എല്ലാ വക തലയ്ക്ക് വിവരമില്ലാത്ത എന്തെങ്കിലും വിവരം വയ്ക്കുക. എന്തെങ്കിലും പറഞ്ഞു തന്നാലും നിങ്ങൾ തന്തേനെ തള്ളനോട് നിങ്ങൾ ഫോൺ വിളിച്ച് പറയുമ്പോൾ എന്തെങ്കിലും വിവരം പറയാനുള്ളത് എന്തോ ഉണ്ടോ നിങ്ങൾ തന്ത തല എന്ന് പറയുമ്പോൾ തിരിച്ച് അതന്നെ ആ വാക്ക് പറയുന്ന ആണാവില്ല വിഡ്ഢി. നിങ്ങൾക്ക് ഒരു പറയുമ്പോൾ എൻ്റെ അങ്ങോട്ട് ഞാനൊരു വാക്ക് ഇങ്ങോട്ട് പറഞ്ഞാൽ വായന്ന് വിലയുള്ള വാക്ക് പറയാനുള്ള നാവ് വരുന്നത് അത് മൂട്ടിന്ന് ഇവിടെ മൂട്ടിൻ്റെ ജോലി മൂട് ചെയ്തോളൂ. ഇപ്പോൾ ദേഷ്യം വന്നിട്ടാണോ പറയണത്? അല്ല. ദേഷ്യം വന്നിട്ട് പറയണത് നിങ്ങളെ വിഡ്ഢികൾ പോലെ കള്ളം കുടിച്ച് ഡ്രഗ് അടിച്ച് ഗുഡ്കിയും കഴിച്ച് വിഡ്ഢി സ്ത്രീകൾ മതാമ ലിപ്സ്റ്റിക് ഇട്ട വിഡ്ഢി സ്ത്രീകളായാലും വിഡ്ഢി പുരുഷന്മാരായാലും വെളുത്തവരായാലും ആദിവാസികൾ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കണേ. വെഡിത്തത്തിന് കൈയടിക്കും. വെഡിത്തം പറയും ഇതിനയ്യെന്ന് പറയുമ്പോൾ ഈ വെഡ്ഡി ക്യാമറ മുന്നിൽ കാണിക്കുമ്പോൾ കൈയടിക്കും. ഏതെങ്കിലും ഇംഗ്ലീഷോ ഏതെങ്കിലും വിഡ്ഢികൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാ? അവർ ഈ വെഡിത്തത്തിന് കൈയടിച്ച് ഗുഡ്കിയും കഴിച്ച് കിടന്നുറങ്ങും. അതാണോ ഇവിടെ ചെയ്യണേ? എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ വിവരമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പഠിക്കും. വീട്ടിൽ ക്യാമറയുടെ മുന്നിൽ കണക്ഷൻ ഉണ്ടെങ്കിലെങ്കിലും ഞാൻ പറയും എന്തെങ്കിലും എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ പഠിക്കാൻ എന്താ വ്യത്യാസം?
നിങ്ങളല്ലാണെന്ന് പറയുന്നത് നിങ്ങളെ സ്വയം സമാധാനിപ്പിക്കുകയാണോ? എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ തോണ്ടി സബ്ജക്റ്റിനെ കുറിച്ച് അതൊക്കെ പറഞ്ഞു. അതൊക്കെ സാധാരണ കാര്യം. പഠിപ്പ് എക്സാമിനെ കുറിച്ച് 20 ദിവസം ബെഡ് ടെസ്റ്റായി കുറിച്ച് അവർക്ക് പോയി അപ്പോഴേക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അവരൊക്കെ അങ്ങനെ ഡിസ്കസ് ചെയ്ത് വിഡ്ഢിത്തം വളിഞ്ഞ ചീലും ചരിച്ച് വിഡ്ഢിത്തത്തിൽ കൈയടിക്കാൻ പോയവരാണ്. കൂട്ടത്തോടെ നടന്ന് വിഡ്ഢി ഗ്രൂപ്പ് എന്ന് പറയും. അങ്ങനെ വളിഞ്ഞ മോന്ത കണ്ടുണ്ട്, സ്വന്തം മോന്ത കണ്ണാടി പോയി നോക്കും. അപ്പോൾ സ്വന്തം തന്തയുടെ റിട്ടയർഡ് ടീച്ചറാണ് കഴിച്ച് നടന്നവർ. അവർ അവരുടെ വിവരമില്ലായ്മ ശബ്ദം അങ്ങനെ ഇതുകൊണ്ട് തോളത്തിലിട്ട് ഈ വിഡ്ഢി പെണ്ണുങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാൻ ധൈര്യമില്ല, പേര് വിളിക്കാൻ തന്നെ ധൈര്യമില്ല. അത് പൂർണ്ണ പേര് വിളിക്കാൻ നോക്കുക. കൂരു എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കില്ല. അവിടെ ഇവിടെ എല്ലാവർക്കും അങ്ങനത്തെ പേരുകളുണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ പഠിക്കുക എന്താ വ്യത്യാസം. അതുപോലത്തെ അല്ലാണെന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്തേക്ക് അവർ സമാധാനിപ്പിക്കാൻ വന്നിട്ടില്ലേ. പരീക്ഷ തോറ്റാൽ 20 ബെഡ് റെസ്റ്റ്. അവരെയും ഞാൻ കൾപ്രിറ്റ്സിനും താഴ്ത്തി പറയാൻ പോയിട്ടില്ല, എന്നെയും താഴ്ത്തി പറയാൻ പോയിട്ടില്ലേ. പൂർണ്ണ അറിവോടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. കാര്യങ്ങൾ ചെയ്യാനല്ല നിങ്ങൾ വിഡ്ഢിത്തരത്തിൽ ശോഷിച്ചാവസ്ഥയിൽ മുഴുകി നടക്കുന്നത്. എന്തെങ്കിലും ആണെന്ന് പറയുമ്പോൾ ഞാൻ പറയാം, അല്ലാണെന്ന് ആരെ കുറിച്ച് പറയാനും പോയിട്ടില്ലേ. യുഗാൻ്റെ നിങ്ങൾ തലയ്ക്ക് വിവരമില്ലേ വിഡ്ഢികളെ. ആണെന്ന് പെണ്ണുമാണെന്നുപോലെ പറയൂ. ആണ് പെണ്ണ് കെട്ട തത്രപ്പെട്ട് കല്യാണം കഴിക്കാൻ മക്കളുണ്ടാക്കാൻ രക്ഷപ്പെട്ട് വീട്ടിൽ ചടഞ്ഞു കൂടി മറ്റും നിന്നിട്ടില്ലേ. എൻ്റെ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ. അതനുസരിച്ച് ചെയ്ത് പബ്ലിഷ് ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്യേണ്ടത് സ്വായത്താക്കാൻ നോക്കും, മുതലെടുക്കാൻ നോക്കും ഓരോ സമയത്തിനനുസരിച്ച്. അല്ലെങ്കിൽ വിഡ്ഢികളത് ചെയ്യുമോ? പോണ കാര്യം പറയും, അതിൻ്റെ ഇല്ലാണ്ടാവും. അത് മനസ്സിലാക്കാൻ ശോഷിച്ച അവസ്ഥയാണ് അറിവില്ലായ്മ, പൂർണ്ണതയില്ലാത്ത വിഡ്ഢികൾ. അങ്ങനെയുള്ളവരെന്താ ചെയ്യുക? അങ്ങനെയുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ റെസ്പെക്റ്റ് ഇല്ല, അത് വിലയില്ലാത്ത സോഷ്യൽ അല്ലാണെന്ന് വിവരം ഉണ്ടായിട്ട് പറയും. ഷെയ്ക്കിൻ്റെ വരുമ്പോൾ വിവരം ഉണ്ടായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളായിരുന്നു കൂട്ടി വാങ്ങും. നിങ്ങൾ റെസ്പെക്റ്റ് കൊടുത്ത് പറയാമെന്ന് വിചാരിച്ചു. നിങ്ങളെപ്പോഴും റെസ്പെക്റ്റ് കൊടുത്തല്ല പറയണം. അപ്പം അത് കഴിഞ്ഞിട്ട് അല്ലാണെന്ന് തന്നെ മൊത്തത്തിൽ പറഞ്ഞിട്ടില്ല, ഞാനും അല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ എനിക്ക് കൊള്ളാം ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കും. കൊള്ളുണ്ടെങ്കിൽ കുടിച്ചടക്കണം, ദേഷ്യം തന്നെ കുടിച്ചിലക്ക് കെട്ട് നടക്കും. ഈ വിഡ്ഢിത്തത്തെ കൈയടിക്കും. വ്യത്യാസം അവരിങ്ങനെ പറയില്ലേ, ഒരിക്കലും പറഞ്ഞാൽ അവർ പെടും. അത് മനസ്സിലാക്കാൻ പഠിക്കും വ്യത്യാസം എന്താണ്.